ഇതാണ് നമ്മുടെ രവി. ഈ വീട്ടിൽ അയാൾ തനിച്ചാണ് താമസം. വർഷങ്ങൾക്ക് മുന്നേ അച്ഛനും അമ്മയും ഈ ഭൂമുഖത്ത് അയാളെ തനിച്ചാക്കി മറ്റൊരു ലോകത്തേക്ക് യാത്രയായി. മറ്റാരും തന്നെ അങ്ങനെയൊന്നും ഈ വീട്ടുമുറ്റത്തേക്ക് വരാറില്ല. 3-4 വർഷങ്ങളായി രാവും പകലുമില്ലാതെ ഈ ഉമ്മറപ്പടിയിൽ ബീഡിയും കത്തിച്ച് അയാൾ ആരെയോ കാത്ത് ഒരേ ഒരിരിപ്പാണ്. രവി, എനിക്കറിയായിരുന്നു ആരൊക്കെ വന്നില്ലെങ്കിൽ കുറച്ച് വൈകാനും ചോദിച്ചും വരുമെന്ന്. അങ്ങനെ അങ്ങ് വരാതിരിക്കാൻ പറ്റുമോ അല്ലേ? അതെന്താ രവി സാർ ഇങ്ങനെയൊക്കെ പറയണത്? നിങ്ങളൊക്കെയല്ല എൻ്റെ ബലം. സംഭവിച്ചൊക്കെ ഞാൻ അറിഞ്ഞു, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പലവട്ടം ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയതാ. പക്ഷെ 100 കൂട്ടം കാര്യങ്ങൾ പറഞ്ഞല്ല ഓരോരുത്തർ വന്ന് എന്നെ വിളിക്കുന്നത്. ഈ മൊത്തം കാര്യങ്ങൾ നോക്കിയെടുത്ത ഞാൻ ഒറ്റ ഒരാളല്ലേ ഉള്ളൂ. അത് രവി സാറിന് അറിയാല. അതൊക്കെ എനിക്ക് അറിയാവുന്നതല്ലേ. ആ വന്ന കാലിൽ നിൽക്കാതെ അടുത്തേക്ക് കയറി വാ. മെമ്പറേ, ആ തോട്ടില് മുഴുവൻ വെള്ളം കെട്ടിക്കണല്ലേ. രാവിലെ വൈകിട്ടൊന്നും പറയാൻ കൊതുകോട് കൊതുക. മെമ്പർ ഇരിക്കുവാ. മെമ്പർ എന്തായാലും ഞാൻ പോയി ഒരു ചായ എടുക്കട്ടെ. പിന്നെ പാലില്ല കേട്ടോ, കഷ്ടനാണ്. അതൊന്നും വേണ്ട രവി. രവി ഇവിടെ ഇരിക്കുന്നത്. അങ്ങനെ പറഞ്ഞാൽ പറ്റൂല മെമ്പറെ. എത്ര കാലം കൂടിയിട്ടാണ് മെമ്പറൊന്നും കാണുന്നത്. ഒരു ചായ അല്ലേ. ഓ, ഈ രവിയുടെ ഒരു സ്നേഹം. പിന്നെ കട്ടൻ കുടിക്കുമല്ലോ അല്ലേ? അതെന്ത് വാർത്താന രവി പറഞ്ഞേ? രവിയൊക്കെ എന്ത് തന്നാലും ഞാൻ കുടിക്കൂലേ. എന്നാ ഞാൻ പോയി ഒരു ഗ്ലാസ് ചായ എടുത്തിട്ട് വരാം. ഓക്കെ. ഹലോ, ഞാനിപ്പോ വരാട്ടാ. ഞാൻ നമ്മുടെ രവിയുടെ അടുത്ത് ഒരു വന്നാ. ഓക്കെ. കടുപ്പം കുറച്ച് കൂടിപ്പോയി. കുഴപ്പമില്ലെന്നേ. പിന്നെ പഞ്ചസാര തീർന്നിരിക്കുന്നു, അതുകൊണ്ട് മധുരമില്ല. അതൊന്നും കുഴപ്പമില്ല. ഇത് തന്നെ ഇപ്പൊ എത്രാമത്തെ ചായ? പിന്നെ മെമ്പറെ, ഇലക്ഷൻ ഇപ്പൊ ഇനി അധികം ദിവസമില്ലല്ലോ. ഇല്ലെന്നേ, ഈ മഴ കാരണം നമ്മുടെ റോഡ് പണിയും ഭയങ്കര സ്ലോ ആണ്. അപ്പൊ മെമ്പർ പറഞ്ഞ പോലെ ഈ നാടിനെ വളർത്തിക്കൊണ്ടുവന്നെങ്കിൽ ഇനി ഒരു 5 കൊല്ലം വേണ്ടി വരും അല്ലേ മെമ്പറെ? പിന്നല്ലാതെ രവിക്ക് കാര്യം മനസ്സിലായി. പിന്നെ നമ്മുടെ ശത്രുക്കളെ നമ്മളെ കുറിച്ച് പലതും പറഞ്ഞു വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ ആൾക്കാർക്കെല്ലാം അറിയാം. അത് നോക്കട്ടെ, രവിയുടെ വൈഫാണ്. അവളുടെ വീട്ടില. ഞാൻ കേട്ടായിരുന്നു. എന്താ സംഭവിച്ചേ? അതൊരു വലിയ തമാശയാണ് മെമ്പറെ. പഞ്ചായത്തിലൊരു വീട് പാസ്സായി കിട്ടാൻ വേണ്ടി ഞാൻ കുറെ കാലം പറയണമെന്ന് മെമ്പർക്കറിയാമ. അവസാനം അത് നടക്കൂലെന്ന് കണ്ടിട്ട് എൻ്റെ കൂടെ പഠിച്ച സുരേഷ് വെച്ച് തന്നതാണ് ഈ വീട്. പിന്നെ മെമ്പറെ, വയറിങ്ങും പ്ലംബിങ്ങും എല്ലാം കഴിഞ്ഞു. പക്ഷേ കരണ്ടും വെള്ളവും ഇതുവരെ കിട്ടിയിട്ടില്ല. ഇത് കരഭൂമിയല്ല, നികത്തിയതാണെന്നും പറഞ്ഞ് ഈ വീടിൻ്റെ നമ്പറും തന്നില്ല. അതിനുവേണ്ടി പഞ്ചായത്തിലും വില്ലേജിലും ഞാൻ എത്ര തവണ കയറി ഇറങ്ങി നടന്നാണെന്ന് മെമ്പർക്കും അറിയാമല്ല. കാശുള്ളവന് ഇവിടെ ഏക്കർ കണക്കിന് വയലും കായലും നികത്താം, ഒരു കുഴപ്പമില്ല. പക്ഷേ ഞങ്ങളെപ്പോലത്തെ സാധാരണക്കാരന് ഇവിടെ ഒരു വീട് വെക്കാൻ പറ്റില്ല അല്ലേ? അല്ല പിന്നെ രവി, ഭരണ അവന്മാരുടെ കയ്യിലായി പോയില്ലേ. പക്ഷെ കുഴപ്പമില്ല, ഈ പ്രാവശ്യം നമുക്കത് തിരിച്ചു പിടിക്കണം. അല്ല അത് പോട്ടെ, പിന്നെ എന്താ സംഭവിച്ചു രവി? അതിനിടയിലാണ് എൻ്റെ കല്യാണം റെഡിയായത്. കല്യാണത്തിന് തലേ ദിവസം വരെ ഞാൻ നടന്നു. ഈ വീടിന് നമ്പർ കിട്ടിയില്ല. ഇതുവരെ കരണ്ടും ഇല്ല, വെള്ളവും ഇല്ല. അവസാനം സുരേഷ് എന്നെ വീണ്ടും സഹായിച്ച് എൻ്റെ കല്യാണത്തിൻ്റെ തലേദിവസം അവരുടെ ടാങ്കറിൽ വെള്ളവും എത്തിച്ചെന്നു, ജനറേറ്ററും എത്തിച്ചെന്നു. പക്ഷേ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം ഈ ജനറേറ്റർ എടുത്തുകൊണ്ടിരുന്നു. വീണ്ടും ഞാൻ പഴയതുപോലെ തന്നെയായി. പഞ്ചായത്തിലും വില്ലേജിലും കയറി ഇറങ്ങി. ഒരാഴ്ച അവൾ എൻ്റെ കൂടെ ഇവിടെ ഇരുട്ടത്ത് കിടന്ന് സഹിച്ച്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ നടക്കുന്നതൊക്കെ വെറുതെ ആണെന്ന് അവൾ മനസ്സിലാക്കിയപ്പോൾ
അവളെൻ്റെ മുഖത്ത് നോക്കിയൊരു കാര്യം പറഞ്ഞു, നിങ്ങളെ കൊണ്ടൊന്നും നടക്കില്ലെന്ന്. അതങ്ങാട് കേട്ടപ്പോണ്ടല്ല ചോദിച്ചാ, എനിക്ക് ഭ്രാന്തായി ചോദിച്ചാ. എന്നിട്ട് നീ എന്ത് ചെയ്തു? ഞാൻ അവിടെ ഇരുന്നൊരു മൺകുളം കൊണ്ട് അവിടെ തലക്കൊരടി അടിച്ചു. അത് വലിയ തമാശയായി. എന്നിട്ട് ഞാൻ ഇറങ്ങിപ്പോയി. ബോധം വന്നപ്പോൾ അവൾ അവളുടെ വീട്ടിലോട്ടും പോയി. അന്ന് മുതൽ നാട്ടുകാരുടെ മുമ്പിൽ ഞാൻ വട്ടുരവിയായി. എന്നാലും എൻ്റെ പൊന്നു രവി, നീ എന്ത് പണി ചെയ്തേ? പാവ പെങ്കൊച്ച്. അതേ ചോദിച്ചാ, അവളൊരു പാവമായിരുന്നു. അതുകൊണ്ടല്ലേ അവൾ അത്രയും ദിവസം സഹിച്ചത്. ചോദിച്ചാൽ തൂറിയിട്ട് ചന്തി കഴുകാൻ വെള്ളമില്ലാണ്ടായപ്പോഴാണ് അവൾ എൻ്റെ മുഖത്ത് നോക്കി അങ്ങനെ പറഞ്ഞത്. കഷ്ടമായി പോലെ രവി. അതെ, കഷ്ടമായിരുന്നു. ചോദിച്ചനറിയാമോ എന്ത്? അന്ന് മുതൽ ഈ നിമിഷം വരെ ഈ വീട്ടിലൊരു തുള്ളി വെള്ളം ഉണ്ടായിട്ടില്ല. അപ്പൊ ഈ ചായ അതോ, ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കക്കൂസിന്റെ ക്ലോസറ്റിൽ നിന്ന് കിട്ടൂല ചോദിച്ച.